ഇനി തിരുവനന്തപുരം ലോ കോളേജിലേക്ക് പോയാൽ അവിടെ വനിതാ ഹോസ്റ്റലിലെ മെസ്സിൽ ചത്ത എലിയെ കണ്ടെത്തിയതായി പരാതി വരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് രാത്രി ആരംഭിച്ച SFI സമരം ഇപ്പോഴും തുടരുകയാണ്. അനുരാഗ് VS ചേരുന്നു. അനുരാഗ്, സമരം ഇപ്പോഴും തുടരുകയാണോ? സേതുലക്ഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് ലോ കോളേജിൽ തന്നെയാണ്. ഇവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മെസ്സിൽ ചത്ത എലിയെ കണ്ടെത്തി എന്ന് കാട്ടിക്കൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോഴും സമരം തുടരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സമരം ആരംഭിച്ചത്. കടുത്ത പ്രതിഷേധം തന്നെ. ഇതിൽ ഒരു നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ SFIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന്റെ ഭാരവാഹികൾ പറയുന്നത്. എന്തൊക്കെയാണ് നിലവിൽ ഹോസ്റ്റലിനകത്ത് എലിശല്യം വളരെയധികം രൂക്ഷമാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പരാതികൾ ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു തരത്തിലുള്ള മറുപടിയും അധികാരികൾ നിലവിൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല. പോരാത്തതിന് കഴിഞ്ഞ ദിവസം, ഈ തൊട്ടടുത്ത ദിവസം എലി ചത്ത് മണക്കുന്ന രീതിയിലാണ് മെസ് ഹാള്, ഒരു ഹോസ്റ്റലിൻ്റെ മെസ് ഹാളിനകത്ത് നിന്നും എലി ചത്തത് കണ്ടതും അതുപോലെ തന്നെ എലികളുടെ ഓട്ടം, രാത്രിയായി കഴിഞ്ഞാൽ എലികളുടെ വിളയാട്ടമാണ്. ഇവിടുത്തെ ഹോസ്റ്റൽ അന്തേവാസികളെക്കാൾ കൂടുതൽ എലികളാണ് ഇപ്പോൾ നിലവിൽ ഈ ഹോസ്റ്റലിനകത്ത് താമസിക്കുന്നത്. കൃത്യമായിട്ട് ഈ വിവരങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്യൂരിഫയർ, അതായത് നമ്മൾ വെള്ളം എടുക്കുന്ന പ്യൂരിഫയറിനടക്കം എലികൾ ഓടുന്ന ഒരു സാഹചര്യം നിലവിൽ ഈ ഹോസ്റ്റലിനകത്തുണ്ട്. കൃത്യമായിട്ട് നമ്മൾ പരാതി കൊടുത്താണ്. ഇതുവരെ ഒരു തരത്തിലുള്ള മറുപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എലിശല്യം മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വിഷയങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പല റൂമുകളുടെയും റൂഫുകൾ തലയിലേക്ക് വീഴുന്ന സാഹചര്യമാണുള്ളത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഫണ്ടില്ല എന്നുള്ളൊരു മറുപടി പറഞ്ഞ്, എനിക്കറിയില്ല എന്നുള്ളൊരു മറുപടി പറഞ്ഞുകൊണ്ടാണ് വാർഡൻ മുന്നോട്ട് പോയിട്ടുള്ളത്. നിലവിൽ ഹോസ്റ്റലിനകത്ത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഒരു നാഥനില്ലാത്ത കളറിയായി മാറുകയാണ് ഈ ഒരു ലോ കോളേജിൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. നിലവിൽ ഇന്നലെ രാത്രി 9 മണി മുതൽ ഈ സമയം വരെ ഞങ്ങളിവിടെ സമരയിരിക്കുകയാണ്. അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിട്ടില്ല. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒരു തരത്തിലുള്ള സമീപനം നിലവിൽ ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. പരിഹാരം കിട്ടുന്നവരെ സമരം തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറയേണ്ട ആളുകളോട് പോലും ഞങ്ങൾ പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇന്ന് ഈ അടുത്ത് മെസ്സിലുള്ള ആൻറ്റിമാർ പറഞ്ഞൊരു സാധനം, കൃത്യമായിട്ട് പച്ചക്കറികൾ പകുതി എലി കഴിക്കുകയും അത് മുറിച്ചു മാറ്റി മറ്റേത് കറിയിലിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പച്ചക്കറികൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പച്ചക്കറി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കൃത്യമായിട്ട് എലി വന്ന് തിന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. തീർച്ചയായും ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി അസുഖങ്ങളൊക്കെ ഈ പടരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കൃത്യമായി മുൻകരുതൽ സ്വീകരിക്കണമെന്ന് സർക്കാർ പറയുമ്പോഴാണ് ഈ സർക്കാരിൻ്റെ ലോ കോളേജിൽ ഇത്തരത്തിലുള്ള വിഷയം വിദ്യാർത്ഥികൾ കാണിക്കുന്നത്. പച്ചക്കറി ഇത്തരത്തിൽ എലി കഴിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. പലതവണ ഇത്തരത്തിൽ അധികാരികളോട് പരാതി അറിയിച്ചു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്കാണ് വിദ്യാർത്ഥികൾ ഈ സമരം ആരംഭിച്ചത്. പക്ഷേ ഈ സമയം വരെയും ആരും ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു പ്രശ്നപരിഹാരത്തിനും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, എലിയെ പിടിച്ച് എലി കെണിയിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രതിഷേധമൊക്കെ നടത്തുന്നത്. ഹോസ്റ്റൽ വാർഡന്റെ കോലം വച്ചിട്ടുണ്ട്. ആ തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ലോ കോളേജിന്റെ അങ്കണം, ഹോസ്റ്റൽ പരിസരം സാക്ഷ്യം വഹിക്കുകയാണ്. എന്തായാലും ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നത് വരെ സമരം തുടരും എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം ഗതികെട്ട് സമരത്തിന് ഇറങ്ങിയതാണ്. കാരണം പല കുറി പരാതിപ്പെട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യത്തിൽ ഗതികെട്ട് സമരത്തിന് ഇറങ്ങിയതാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അണ്ടാക്കി സൂചിപ്പിച്ച പോലെ തന്നെയാണ് സംസ്ഥാനത്തെ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുമ്പോഴാണ് ഈ എലിയൊക്കെ കടിച്ച പച്ചക്കറികളൊക്കെ ആ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഭക്ഷണത്തിലിടുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് ലോ കോളേജിൽ നിലനിൽക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അവിടെയുള്ള കുട്ടികൾ ഈ പുറത്തുവിടുന്നത്. ഈ SFI ഭാരവാഹികൾ, SFI കുട്ടികൾ അവരെ ഭാരവാഹികളുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നോ? സർക്കാരിലേക്ക് അല്ലെങ്കിൽ അധികാരികളിലേക്ക് അവർ ഈ വിവരം എത്തിക്കാൻ ശ്രമിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് ആരും ഈ ഒരു വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്താത്തതെന്നാണ് ഇവർ പറയുന്നത്? തീർച്ചയായും ഇത് ഇന്നലെ രാത്രി കണ്ടെത്തിയ ഒരു വിഷയമല്ല. പലതവണയായി ഇവർ ഇത് ശ്രദ്ധയിൽപ്പെട്ടു. അധികാരികളോട് പരാതി പറയുന്നു. അപ്പോഴേക്കും പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു തുടർന്ന് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ദുർഗന്ധമുണ്ടാകുന്നു, എലി ചത്ത് കിടക്കുന്ന ദുർഗന്ധമുണ്ടാകുന്നു. അങ്ങനെ ഇത് അന്വേഷിച്ചപ്പോഴാണ് അവിടെയുള്ള ഈ പാചകക്കാർ തന്നെ പറയുന്നു, പല സമയത്തും ഈ എലി കടിച്ചതിൻ്റെ ബാക്കിയാണ് അവർ മുറിച്ചു മാറ്റിയ ശേഷം അത് കറികളിൽ ഉപയോഗിക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളോട് തുറന്നു പറച്ചിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇനി ഇത്തരത്തിൽ പോയാൽ പല കുട്ടികൾക്കും എലിപ്പനി അടക്കമുള്ള മാരക രോഗങ്ങൾ ബാധിക്കുമെന്ന
മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കുട്ടികൾ ഇത്തരത്തിൽ ഉറക്കമളഞ്ഞുകൊണ്ട് ഈ ഒരു സമരം ആരംഭിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം എലിപ്പനി അടക്കം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എലി കടിച്ച ഭക്ഷണം പോലും കഴിക്കേണ്ടി വരുന്ന കുട്ടികളുടെ ഗതികേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലാണ് നമ്മൾ ഈ കാണുന്ന പ്രതിഷേധം. അവിടെ ഭക്ഷണത്തിൽ എലി ചത്ത നിലയിൽ എലിയെ കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് കുട്ടികൾ പ്രതിഷേധിക്കുന്നത്. അതിനുശേഷം അവർ തന്നെ പറയുന്നത് ആദ്യത്തെ സംഭവമല്ല, നേരത്തെയും സമാനമായ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലകുറി പരാതിപ്പെട്ട് ഒരാൾ പോലും ഈ വിഷയത്തിൽ ഇടപെടാത്ത സാഹചര്യത്തിൽ അത്രയും ഗതികെട്ടാണ് അവർ ഈ സമരത്തിന് ഇറങ്ങിയത് എന്ന് പറയുന്നു. എത്രയും വേഗം അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അനുരാഗ് വേസാന വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.